ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാളെ വിനായക ചതുർത്ഥിയൊക്കെയല്ലേ, അതുകൊണ്ട് തന്നെ ഇന്നൊരു മോദകത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോദകം തന്നെയാണ് ഇത്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ക്യാരറ്റ് മോദകം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുക്കുക. ഗീ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഒന്ന് ജസ്റ്റ് ചൂടാക്കേ വേണ്ടൂ, ഒരുപാട് നേരം ഒന്നും ചൂടാക്കണ്ട. ഒരു 2 മിനിറ്റ് ആദ്യത്തെ വെള്ളമൊന്ന് മാറാൻ മാത്രം മതി, അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ പാത്രം മാറ്റാം കേട്ടോ. നമുക്ക് അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തത്. ഇതും ഒരുപാട് വെന്ത് കുഴയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒരുപാട് നേരം ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ആ ചൂടാക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മോദകം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, ഒരുപാട് നേരം ഒന്നും വേണ്ട. അത് തമ്മിലൊന്ന് കമ്പൈൻഡ് ആവുന്നവരെ 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പിൽ താഴെ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ശർക്കര വേണമെന്നുള്ളവർക്ക് ശർക്കര പാനി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പിൽ താഴെ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൽ. ഇനി ആ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് നന്നായി ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് വെള്ളമാവും കണ്ടോ. പഞ്ചസാരയൊക്കെ ഉരുകി വരുമ്പോൾ അത് വെള്ളമാവും. ഈ വെള്ളം ഡ്രൈ ഔട്ട് ആവുന്ന വരെ മാത്രം നമുക്ക് ഈ പൂർണ്ണം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇത് ഒരു ക്യാരറ്റ് ഹൽവ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, ഡ്രൈ ആയിട്ട്. അതെല്ലാം ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ക്യാരറ്റ് കോക്കനട്ട് ലഡ്ഡു വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്ത് ഫുള്ളൊന്ന് ഡ്രൈ ഔട്ട് ആവുക, അത്രേ വേണ്ടൂ. കണ്ടോ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ പാത്രം മാറ്റാട്ടോ. ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കട്ടിയായി പോവും. പാത്രം മാറ്റി വേഗം നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റാം. ഈ മോദകത്തിൻ്റെ ഔട്ടർ കവറിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് കേട്ടോ. ഞാൻ ഒരുപാട് ഉപ്പിടുന്നില്ല. ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാക്കുക, കുറച്ചും കൂടി കൂടുതലിടാൻ വേണമെങ്കിൽ. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനെ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാവിടേക്കും ആക്കുക. വെള്ളം പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തിളച്ച വെള്ളം ലേശം ഒന്ന് തളിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു 2 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി ഇതിനെ നന്നായി ഒന്ന് പരത്തിയെടുക്കണം. ഇത് ഒരുപാട് സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിപ്പോകും കേട്ടോ. കുറച്ച് നല്ലെണ്ണയും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ. എല്ലാവിടെയും കട്ടയൊന്നും ഇല്ലാതെ ജോയിൻ ചെയ്തിട്ട്. എനിക്ക് ആ 1 കപ്പിന് 1 കപ്പ് വെള്ളം മതിയായിരുന്നു. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലെണ്ണ ഞാൻ മുകളിൽ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആ പൂർണ്ണത്തിനേക്കാൾ ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിയാവരുത് നമ്മുടെ പൂർണ്ണം, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാൻ മോദകത്തിന് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ മോൾഡിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. മോൾഡിലല്ലാതെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം. ഇനി അതിലേക്ക് മോൾഡിലേക്ക് ഒന്ന് നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ആ മോൾഡിനെ അടച്ചതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മാവിനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് ആ ഷേപ്പിൽ വെച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആവും, നല്ല ഷേപ്പിൽ കിട്ടും. ഇതല്ലാതെ കൈ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഈ പൂർണ്ണം വെച്ച് കൊടുത്ത് അതിനെ ഉരുട്ടിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ക്യാരറ്റ് പൂർണ്ണത്തിനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ ഈ പൂർണ്ണം ഒരുമാതിരി ഭയങ്കര ടൈറ്റായി പോകും. അത്രയും കട്ടിയാവരുത്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മുകൾ ഭാഗവും കൂടി ജസ്റ്റ് ഇതുമാതിരി ഒന്ന് ഞാൻ നന്നായി ഒന്ന് അടച്ച് സീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കതെടുക്കാം. ഇതുമാതിരി തന്നെ നമുക്ക് ഓരോ മോദകം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്നെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് തുറന്നാൽ കറക്റ്റായി വന്നു. കണ്ടോ, സൂപ്പറായിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ മോദകം വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്നൊരു 5 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്യാം. അതിനായിട്ടൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ജസ്റ്റ് സ്റ്റീമർ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചൊന്ന് എണ്ണ തേച്ചാൽ അടി പിടിക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് കുക്കാവട്ടെ. ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കേട്ടോ. ഞാനൊന്ന് തണുത്തതിന് ശേഷമാണ് അതെടുത്തത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മോദകം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, സൂപ്പറായിട്ടുണ്ടാവും അത് ഈ മോദകം. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് മോദകം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ക്യാരറ്റ് പൂർണ്ണം കൊണ്ട് ഇതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ.
ജസ്റ്റ് ഹാഫ് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ മോദകം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് പൂർണ്ണം വെച്ചിട്ടുള്ള മോദകം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ.